സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫേക്ക് അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. എന്താ ഏത് വഴിയാണ് അപകടം വരുന്നതെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒരു വീഡിയോ കോൾസ് ആണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. എന്നിട്ട് അതുമായിട്ട് വേറെ കുറേ ഫോട്ടോസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ ഫോട്ടോസ് വന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തി പൈസ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് കേട്ട് വരുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുള്ളത്. ഇതിലിപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെ ഒരു വേർതിരിവല്ല, അത് രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. അത് മിസ്യൂസ് ചെയ്യാതെ അതിനെ വളരെ സെക്യൂർഡായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മളെന്ന് പറയുമ്പോൾ ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിട്ടുള്ളവർ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നമ്മുടെ അടുത്ത പ്രൊഫൈലിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ആളെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പ്രണയത്തിലേക്ക് മാറുക, അത് പിന്നെ ഫാമിലി ലൈഫ് ആവും, അങ്ങനെയൊന്നും ആദ്യമേ തന്നെ ചിന്തിക്കരുത്. ചിലപ്പോൾ അതൊക്കെ വെറുതെ ടൈം പാസ് ആയിട്ട് വിചാരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വെറുതെ സ്റ്റോക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാകും. ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി അതിദാരുണമായിട്ടാണ് ആ കാമുകൻ എന്ന് പറഞ്ഞ ആ വ്യക്തി പീഡിപ്പിച്ചിരിക്കുന്നത്. അതും ഒരുപാട് എന്താ പറയുക, തല ഭിത്തിയിലിടിച്ചിട്ടും ഷോള് കഴുത്തിലിട്ട് മുറുക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല എടുത്ത് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇന്ന് എന്താണെന്നുള്ളത് നോക്കി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മരുന്നുകളോട് പോലും പ്രതികരിക്കുന്നില്ല കുട്ടി ഇപ്പോൾ. അതാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ പുറത്ത് വിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഇന്നലെ ചോറ്റാനിക്കരയിൽ ഒരു യുവതിയെ കാമുകൻ പീഡിപ്പിച്ച് വളരെ അവശയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ കാമുകൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ളൊരു കാമുകനായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? അതുമായിട്ടുള്ളൊരു പ്രണയം എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫേക്ക് അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. എന്താ ഏത് വഴിയാണ് അപകടം വരുന്നതെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒരു വീഡിയോ കോൾസ് ആണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. എന്നിട്ട് അതുമായിട്ട് വേറെ കുറേ ഫോട്ടോസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ ഫോട്ടോസ് വന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തി പൈസ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് കേട്ട് വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുള്ളത്. നേരിട്ട് പരിചയമുള്ള ഒരാളെ പോലും നമ്മൾ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായാലും നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഓൺലൈനിലായിട്ട് നമുക്കൊരു പരിചയമില്ല, പേര് പോലും കറക്റ്റ് ആണോ അല്ലെങ്കിൽ ആ ഐ ഡി പോലും ശരിക്കുള്ള ഐ ഡി ആണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ കേസുകളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മൾ ചിലപ്പോൾ പറ്റിക്കാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി അതിദാരുണമായിട്ടാണ് ആ കാമുകൻ എന്ന് പറഞ്ഞ ആ വ്യക്തി പീഡിപ്പിച്ചിരിക്കുന്നത്. അതും ഒരുപാട് എന്താ പറയുക, തല ഭിത്തിയിലിടിച്ചിട്ടും ഷോള് കഴുത്തിലിട്ട് മുറുക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല എടുത്ത് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇന്ന് എന്താണെന്നുള്ളത് നോക്കി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മരുന്നുകളോട് പോലും പ്രതികരിക്കുന്നില്ല കുട്ടി ഇപ്പോൾ. അതാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ പുറത്ത് വിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് പീഡനം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതും സ്വന്തം കാമുകൻ ഇങ്ങനെ കാണിച്ചു, അതും എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ലൈംഗിക ബന്ധത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചു. പക്ഷെ ആ കുട്ടി വഴങ്ങി കൊടുക്കാത്തതിനെ തുടർന്നിട്ടാണ് പിന്നെ അതിനകത്ത് വേറൊരു കണ്ടന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ സംശയമാണ്. ആ കുട്ടിയോടുള്ള സംശയം കൂടെയാണ് ഇയാളെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഈ പ്രണയം എന്ന് പ്രണയത്തിലൂടെ വഞ്ചിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി മാത്രമല്ല, റിയൽ ലൈഫിലും ഉണ്ടാവാറുണ്ട്. അതിപ്പം പ്രണയിക്കുന്നവർക്ക് അതൊരു പേടിയല്ലേ? ഇനി വരുന്നവർക്ക് പ്രണയിക്കാനൊരു പേടിയല്ല നൽകുന്നത്? ശരിക്കും നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഷാരോൺ വധക്കേസിനെ കുറിച്ചിട്ട് കണ്ടതാണ്. അതും ഈ ഒരു പ്രണയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കേസായിരുന്നു. അതിൽ ആ കാമുകിയായിരുന്നു പ്രതി, ഇതിൽ കാമുകനാണ് പ്രതി, അത്ര വ്യത്യാസമേ ഉള്ളൂ. പ്രണയത്തിനാണെങ്കിലും സ്നേഹബന്ധങ്ങൾക്കാണെങ്കിലും നമ്മുടെ സമൂഹം അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് ഈ കേസുകളിൽ നിന്നൊക്കെ എടുത്ത് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് കാര്യം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ആ കുട്ടി പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. എത്രമാത്രം ട്രസ്റ്റബിൾ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കാനും കൂട്ടുകൂടാനൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആദ്യം കാണുന്ന ഒരു പ്രൊഫൈൽ പിക്ചറിലൂടെ നമുക്ക് ആളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ പീഡനം എന്നൊക്കെ പറയുമ്പോൾ വളരെ കഷ്ടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ആൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നടപടി സ്വീകരിക്കണം, ആ ഒരു വ്യക്തിക്കെതിരെ നല്ലൊരു നടപടി സ്വീകരിക്കണമെന്നാണ്.
ആദ്യ പ്രണയം പിന്നീട് ഒരു പ്രണയം പിന്നീട് അതൊരു പ്രതികാരത്തിലോട്ട് മാറുക എന്ന് പറയുമ്പോൾ സംശയത്തിൻ്റെ പേരിലാണ് ആ കുട്ടിയെ മർദ്ദിച്ചത്, ക്രൂരമായി തന്നെ മർദ്ദിച്ചത്. തലയണമർത്തി പിന്നെ ഷാള് കൊണ്ട് ഫാനിൽ കെട്ടിയ കുട്ടി മരിക്കാൻ പോയപ്പോൾ തലയിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് തരത്തിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആ കുട്ടി ഇങ്ങനെ ആയത്. അതുപോലെ ഇതേപോലെ ഒരുപാട് നിരവധി കേസുകൾ നമ്മളിപ്പോൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കേസുകൾ എങ്ങനെയാണ് അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു അവസാനം എങ്ങനെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണോ അനാസ്ഥ, അതോ ഇത്തരം സ്ത്രീയാണോ തെറ്റുകാർ, അതോ പുരുഷനാണോ തെറ്റുകാർ എന്നൊരു ചോദ്യം നമുക്ക് ഇതിനകത്ത് ഉയരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇതിലിപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെ ഒരു വേർതിരിവല്ല. അത് രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. അത് മിസ്യൂസ് ചെയ്യാതെ അതിനെ വളരെ സെക്യൂർഡായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മളെന്ന് പറയുമ്പോൾ ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിട്ടുള്ളവർ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നമ്മുടെ അടുത്ത പ്രൊഫൈലിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ആളെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പ്രണയത്തിലേക്ക് മാറുക, അത് പിന്നെ ഫാമിലി ലൈഫ് ആവും, അങ്ങനെയൊന്നും ആദ്യമേ തന്നെ ചിന്തിക്കരുത്. ചിലപ്പോൾ അതൊക്കെ വെറുതെ ടൈം പാസ് ആയിട്ട് വിചാരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വെറുതെ സ്റ്റോക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടായിരിക്കും. അപ്പം അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതത്രയ്ക്ക് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ചിലർക്കൊക്കെ അത് ട്രസ്റ്റബിളായിട്ട് ഫാമിലി ലൈഫൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ അങ്ങനെ ഒരു വേർതിരിവല്ല. രണ്ടുപേരും ശ്രദ്ധിക്കണം. രണ്ടുപേരുടെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരും ഇതുപോലെ പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബോയ്സിനും ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അത് ഇനി ഇതുപോലെ ആവർത്തിക്കുന്നവർക്ക് തക്കതായിട്ടുള്ള സൈബർ സെല്ലിൽ നിന്നായാലും അവിടെ നിന്നൊക്കെ ആയാലും തക്കതായിട്ടുള്ളൊരു ശിക്ഷ നൽകണം. അങ്ങനെ അവർക്ക് അതൊരു മാതൃകയാക്കണം.